അതായത് മാടമ്പി സിനിമയിൽ മുതൽ തുടങ്ങി ദൃശ്യം 2 അങ്ങനെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് ഈ അഭിനയ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ നമ്മുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ കൃഷ്ണയ്ക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഹാൻഡ് പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് പറയുമെങ്കിൽ ഒബിയസ്ലി ഈ അടുത്ത കാലത്തുള്ള ക്യാരക്ടർ എനിക്ക് ഇഷ്ടമായിരുന്നു, ബിന്ദു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇന്ത്യൻ പ്രണയകഥ എനിക്ക് സുധ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ ഇപ്പൊ ദൃശ്യം 2, പിന്നെ ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ മോളിക്കുട്ടി എനിക്ക് നല്ല ഇഷ്ടമുള്ള, കാരണം അത് ഒരു സിസ്റ്റർ ക്യാരക്ടർ ഞാൻ എങ്ങനെയായിരുന്നോ അത് തന്നെ കാണിച്ചിട്ടുള്ളതും. ഇതൊക്കെ മനസ്സിൽ എപ്പോഴും ചേർത്ത് വയ്ക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ആണ്. അടിപൊളി. ഓക്കെ, നമ്മൾ അതായത് ലക്ഷ്മിക്ക് അറിയാം കൃഷ്ണപ്രഭയുടെ കാര്യം പറയുമ്പോൾ അമ്മയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും ആക്റ്റീവായിട്ട് ഫുൾ ഓൺ ആയിട്ടുള്ള ഒരു അമ്മയാണ്. ഇപ്പൊ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഒരാൾ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കൃഷ്ണ ചേസ് ചെയ്ത് പിടിക്കടി അവരെ എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു അമ്മയാണ് അല്ലേ? ആള് നല്ല ജോളി ടൈപ്പാണ്. എല്ലാത്തിലായിട്ടുള്ളൊരു കമ്പനി എന്തൊക്കെയാണ്? അമ്മയാണ് എന്റെ കമ്പനി. എനിക്ക് ഞാനൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്, ഒരു ഇന്ന ടീം അങ്ങനെ ഇതിൽ വളരെ കുറവാണ്. എന്നാ എല്ലാവരുമായിട്ടും എല്ലാ ഗ്യാങ്ങിലും ഉണ്ട് താനും. പക്ഷെ അതിന്റെ ഒരു മെയിൻ റീസൺ ഇതാണ്, ഞാനും അമ്മയുമാണ് ഏറ്റവും നല്ല പെയർന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, കാണുന്നവർക്കും അറിയാം. ഞാൻ എവിടെയെങ്കിലും ചെന്നാൽ ഉടനെ എന്നെ കണ്ടില്ലേലും പ്രത്യേകിച്ച് ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ല. അമ്മ എവിടെ, അമ്മ വന്നില്ല എന്നേ ചോദിക്കുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ റീൽസ് ഒക്കെ ചെയ്യുമ്പോ ഞാൻ എന്റെ ഫസ്റ്റ് റീല് സ്റ്റാർട്ട് ചെയ്തത് ശ്വാസിക ചെയ്തിട്ടുള്ള സിനിമയിലെ കുടുക്ക്, അതില് ബില പറഞ്ഞിട്ട് ഞാൻ ബിലഹരിയുടെ അള്ളി രാമേന്ദ്രനിലെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബില ഞാൻ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ബില എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, കൃഷ്ണ തനിക്കിങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉള്ള അല്ലേ, അപ്പൊ നമുക്ക് ഞങ്ങളിങ്ങനെ നല്ല പാട്ടൊക്കെ ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ ചെയ്യാട്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ നല്ല പാട്ടാണ് ബില, അപ്പൊ ഞാൻ എന്തായാലും ചെയ്യാം. അപ്പൊ ഞാൻ വെറുതെ ക്ലാസ്സിൽ വന്നപ്പം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു അമ്മ, നല്ല പാട്ടാണല്ലോ എന്നാ ഞാനും വരാം ചെയ്യാൻ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ അമ്മയെ പിടിച്ചു നിർത്തി. അത് 2 ദിവസം കൊണ്ട് അത് 1 മില്യൺ മേളിൽ വന്നു അമ്മയുടെ. അങ്ങനെ ഞങ്ങളുടെ റീൽസിന്റെ ഐശ്വര്യം സ്റ്റാർട്ട് ചെയ്തത് അമ്മ വെച്ച് ചെയ്തിട്ടാണ്. അമ്മ വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ, നമ്മൾ കയ്യിൽ യൂസ് ചെയ്യുന്ന ഫോൺ പോലും വളരെ അപ് ടു ഡേറ്റ് ആയിരിക്കണം എന്ന് അമ്മയ്ക്ക് ഒരു ഗോയിങ് വിത്ത് ട്രെൻഡ് എന്നുള്ള ആള് അമ്മയാണ് ശരിക്കും. മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കൃഷ്ണ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ക്രെഡിറ്റ്സ് മുഴുവൻ നമുക്ക് കൊടുക്കാം. ഈ ട്രെൻഡിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് കൃഷ്ണ ഭയങ്കരമായിട്ട് ട്രെൻഡി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വേറൊരു കാര്യം, അതായത് ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തെ ചൊല്ലി നമ്മളെ ജഡ്ജ് ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മൾ ഇപ്പൊ കൃഷ്ണ അല്ലെങ്കിൽ ഞാൻ, നമ്മളൊക്കെ എപ്പോഴും ഒരേപോലെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ. പക്ഷെ എങ്ങാനും നമ്മളത് മാറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര ടെൻഷനായി, വിമർശനമായി. എനിക്ക് തോന്നുന്നു ലക്ഷ്മിയൊന്നും അതൊന്നും ഫേസ് ചെയ്യേണ്ട ആ അവസ്ഥ ആ സമയത്ത് വന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ആൾക്കാർ അതിനെ കുറിച്ച് പറയുന്നുണ്ടോ? അല്ല, ആക്ച്വലി അതിന്റെ ഒരു കോമഡി ഉണ്ട്. അതായത് ഞാനിങ്ങനെ നേരത്തെ എപ്പോഴും ഇങ്ങനെ സാരിയായിരുന്നു, എപ്പോഴും സാരിയാണ്. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇന്റർവ്യൂ പോകുമ്പോൾ, ടി വിയിൽ പോകുമ്പോൾ, ഈവൻറ്റ്സിൽ പോകുമ്പോൾ എപ്പോഴും സാരി 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 ആയിരുന്നു. അപ്പോൾ പക്ക ട്രഡീഷണൽ വെയർ ആണ് എപ്പോഴും. അപ്പോൾ ആൾക്കാരുടെ വിചാരം എനിക്ക് അത് പെട്ടിട്ടുള്ളൂ, എനിക്ക് മോഡേൺ വെയർ ഒന്നും അങ്ങനെ ഒന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ ഒരു ഷൂട്ടിന് വേണ്ടി ഒരാളിങ്ങനെ ചോദിച്ചിരുന്നു കോസ്റ്റ്യൂം. ആക്ച്വലി ലക്ഷ്മി കോസ്റ്റ്യൂം ഒരു മോഡേൺ ലുക്കാണ്, അപ്പോൾ ജീൻസ് ഉണ്ടാവും, അത് കുഴപ്പമുണ്ടോ അങ്ങനെ അതെ ഞാനൊരു ഫ്രഞ്ചുകാരിയാണ്, അവിടെ ജീൻസേ ഉള്ളൂ, എന്താണ് ചോദിക്കുന്നത്? അല്ല ലക്ഷ്മി എപ്പോഴും സാരി അല്ലേ ഇരുന്നത്, അതെന്തോ അങ്ങനെ. അപ്പൊ എനിക്ക് തോന്നി ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് അത് കാണിക്കണം, എല്ലാം എനിക്ക് തോന്നുന്നു ഒരു പരിധി കൂടുതൽ. പക്ഷെ ലക്ഷ്മിക്ക് അത് ഒത്തിരി അങ്ങനെ ഫേസ് ചെയ്യുന്ന, ഇപ്പൊ നമ്മള് ഡ്രസ് ഇപ്പൊ ഞാനിപ്പോ ഈ അടുത്താണെങ്കിലും എന്റെ പോർട്ട്ഫോളിയോസ് എടുത്തപ്പോ വലിയൊരു കോൺട്രവേഴ്സി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആൾക്കാര് റീൽസ് നമ്മൾ ട്രൗസേഴ്സ് യൂസ് ചെയ്യുമല്ലോ, അത് എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നാറില്ല, കാരണം ഞാൻ ഇതിന് മുന്നേ അത് യൂസ് ചെയ്തിട്ടുണ്ട്. റീൽസ് ഇപ്പൊ ട്രെൻഡിങ് ആയതുകൊണ്ടാണ് മറ്റുള്ളവരത് കണ്ടു തുടങ്ങിയത്. അപ്പൊ അവരാണ് പുതിയത് കാണുന്നത്, ഞാനിത് യൂസ്ഡ് ആണ്. അപ്പൊ ചിലർ പറയും ഓ ഇപ്പൊ റീൽസ് ട്രൗസേഴ്സിലൊക്കെയാണ് അങ്ങനെ ലൈക്സ് കൂട്ടാൻ കമന്റ്സ് ഉണ്ടാവാറുണ്ട്. എന്റെ പ്രൊഫൈലിലുണ്ട്,
അപ്പൊ നമ്മളെന്തോ പുതിയതായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ഫീലിലാണ് അവരത് കാണുന്നത്. പക്ഷെ നമ്മളിത് യൂസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ ഓക്കെ. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ബോഡി എപ്പോഴും ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള ഡ്രസ്സ്, അവനവന് ചേരുന്ന തരത്തിലുള്ള ഏത് ഡ്രസ്സും യൂസ് ചെയ്യാം. അതിപ്പോ ബോഡി ഫിറ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ് അതിന് മെയിൻ റീസൺ.